ബാർസലോണക്ക് ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ ഇപ്പോ ഫെറാൻ ടോറസിന്റെ കേസിൽ. ഒന്നാമത് നമ്മൾ മുൻപേ പറഞ്ഞത് അവരുടെ മെയിൻ സ്ട്രൈക്കർ ഫെറാൻ ടോറസ് ആണ് ഈ സീസണിലെന്ന്. പക്ഷെ ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഫെറാൻ ടോറസിനെ PSG നോട്ടം ഇട്ടിട്ടുണ്ട്. ബാർസലോണ അവരുടെ മാന്യത കാണിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഫെറാൻ ടോറസ് ബാർസയിൽ തുടരണമെന്നാണ് ആഗ്രഹം, എന്നാൽ ടോറസിന് പോകണമെന്നാണെങ്കിൽ പോകാം. അത് ഭയങ്കര അടിപൊളിയായിട്ടോ. ഇനി ഫെറാൻ ടോറസിന്റെ കടമയാണ് ആ മാന്യത തിരിച്ചു കാണിക്കേണ്ടത്. കാരണം ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഫെറാൻ ടോറസിന് വന്നിട്ടുണ്ട് കളിക്കളത്തിൽ. അന്നൊക്കെ ബാർസ ചേർത്ത് നിർത്തിയിട്ടുമുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു ഓഫർ കിട്ടിയപ്പോഴത്തേക്കും ഫെറാൻ ടോറസ് പോയാൽ അത് വളരെ മോശപ്പെട്ട സംഭവമാകും. കാരണം ബാർസക്ക് ഒരു സ്ട്രൈക്കർ ഇല്ലാത്ത സമയം കൂടിയാണ്. പിന്നെ ഫെറാൻ ടോറസ് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ബാർസക്ക് എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അത് കാണിക്കേണ്ട സമയമാണ്. അത് ഉദ്ദേശിച്ചത് പുതിയ ഓഫർ നൽകേണ്ട സമയമായിരിക്കും എന്ന് തന്നെ ആയിരിക്കണം. പിന്നെ ഇപ്പൊ ഫെറാൻ ടോറസിന് ബാർസയിൽ നല്ല അവസരം കിട്ടും ഇപ്പൊ നിലനിന്നാല്. പക്ഷേ PSG ഓഫർ കണ്ടിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഫെറാനോടുള്ള ഇഷ്ടം കുറയാൻ സാധ്യതയുണ്ട്. കാരണം ബാർസയെ പ്രതിസന്ധിയിലാക്കിയതുപോലെയാകും. പിന്നെ PSG അവസരം കിട്ടും കേട്ടോ, കാരണം CF അതിനെ കൊണ്ട് വലിയ സീനില്ല. അവിടെ വിങ്ങിലൊക്കെയാണ് ഫുൾ പ്ലേസ് നിറഞ്ഞെടുക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറ, ഫെറാന് ബാർസയിൽ തുടരണോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന്. ക്രൈഫ് പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നിങ്ങൾ ബാർസയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു സെക്കൻഡ് തോട്ട് വരാണ് ബാർസയിൽ കളിക്കണോ വേണ്ടയോ എന്ന്. അങ്ങനെ ഒരു സെക്കൻഡ് തോട്ട് വന്നാൽ നിങ്ങൾ പിന്നെ ബാർസ പ്ലെയർ അല്ല. നിങ്ങൾക്ക് ബാർസയിൽ കളിക്കാനുള്ള ബാർസയിൽ കളിക്കാനുള്ള ഒരു അർഹത ഇല്ല എന്നുള്ള രീതിയിൽ. അതാണ് ശരിക്കും സത്യം. ബാർസയിൽ കളിക്കുമ്പോൾ വേറൊരു ക്ലബിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുത്. അത് ക്രൈഫ് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം പറ.